5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അങ്ങനെ നമ്മളെല്ലാവരും കാത്തിരുന്ന, കേരളം നോക്കിക്കൊണ്ടിരുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് രാവിലെ ആരംഭിച്ചു. പോളിംഗ് ബൂത്തുകളിലെല്ലാം അതിശക്തമായ തിരക്കാണ്. 2 കാരണങ്ങൾ കൊണ്ട് തിരക്കുണ്ടാവാം. ഒന്ന്, എല്ലാ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളും, അത് അൻവർ ആയാലും PV അൻവർ ആയാലും ആര്യാടൻ ഷൗക്കത്തായാലും പിന്നെ മോഹൻ ജോർജ്, BJPയുടെ മോഹൻ ജോർജ് ആയാലും അതുപോലെ CPMന്റെ സ്വരാജ് ആയാലും ഏത് സ്ഥാനാർത്ഥികളും 4 സ്ഥാനാർത്ഥികളും ആരെയും തലയും മുറുക്കി രംഗത്തിറങ്ങിയ ഒരു തെരഞ്ഞെടുപ്പ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പോളിംഗിൻ്റെ ശതമാനം കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം മഴ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം ആളുകളും രാവിലെ പോയി വോട്ട് ചെയ്യും. എന്തായാലും വളരെ കനത്ത പോളിംഗ് ആണ് അവിടെ നടക്കുന്നത്. കനത്ത പോളിംഗ് നടന്നപ്പോഴൊക്കെ അതിൻ്റെ ഗുണം കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസിനാണ്. കാരണം അതിൻ്റെ ഒരു ചരിത്രം ഞാൻ പറയാം, അല്ലാതെ അത് കോൺഗ്രസിന് അനുകൂലമായി പറയുന്നതല്ല. കേരളത്തിൽ എപ്പോഴും തെരഞ്ഞെടുപ്പ് പരിപാടികളുമായി ബന്ധപ്പെടുത്തി ഞാനും പ്രവർത്തിച്ചിരുന്നു. കുറേ കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് ബൂത്ത് ഏജൻറ്റായും അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനമായി പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അന്ന് ചെയ്യുന്നത് ഈ CPMനും CPIക്കും ഇടതുപക്ഷത്തിന് കിട്ടേണ്ട വോട്ടുകളെല്ലാം, കാരണം അവർ മിക്കവാറും ആളുകളെല്ലാം രാവിലെ പോയി വോട്ട് ചെയ്യാൻ പറയും. അതിരാവിലെ അവരെല്ലാം പോയി വോട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബൂത്തിൽ ബഹളങ്ങൾ കാണിക്കും, കൃത്രിമമെല്ലാം കാണിച്ച് തല്ലൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ തന്നെ പ്രചരണം കൊടുക്കും. ഇനി അങ്ങോട്ട് ആരും വോട്ട് ചെയ്യാൻ പോകരുത്, അവിടെ തല്ല് നടക്കുന്നു. ജംഗ്ഷനിലും കുഞ്ഞു സ്ഥലങ്ങളിലൊക്കെ തല്ലുണ്ടാക്കും. കുഞ്ഞു സ്ഥലങ്ങളിൽ തല്ലുണ്ടാക്കിയിട്ട് പറയും ജംഗ്ഷനിൽ, സ്കൂളിൻ്റെ അടുത്ത്, ബൂത്തിൻ്റെ അടുത്ത് വലിയ തല്ല് നടക്കുകയാണ്. കാരണം അന്ന് മൗത്ത് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ, ഫോണേ ഉള്ളൂ, ലാൻഡ് ഫോണേ ഉള്ളൂ. ഇതുപോലെ വാട്സപ്പ് ഒന്നുമില്ല ചിത്രമോടുന്നത് അയക്കാൻ. എന്നാലും ഒരു മൗത്ത് പബ്ലിസിറ്റിക്ക് വേണ്ടി ചില ആളുകൾക്കൊക്കെ മദ്യമൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അവിടെ ഇവിടെ കുഞ്ഞു ജംഗ്ഷനുകളിൽ തല്ലുണ്ടാക്കും. ചുമ്മാ തല്ലുണ്ടാക്കും. എതിരാളിയുടെ ബോർഡ് പോയി അടിച്ചു പൊട്ടിക്കുക, അതുപോലെ തന്നെ എതിരാളിയിൽ ആരെങ്കിലും അവിടെ നിൽക്കണം, അടുത്ത ബൂത്തിൽ നിൽക്കണം, അവൻ്റെ ബാനർ വലിച്ചു കീറുക, അവൻ്റെ പിന്നെ ഐഡൻറ്റി കാർഡ് വലിച്ചു കീറുക, എന്തെങ്കിലും തലയ്ക്ക് 2 അടി കൊടുക്കുക, ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കും. എന്നിട്ട് ഇതിന് വ്യാപകമായി അപ്പോൾ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുമ്പോൾ വോട്ട് ചെയ്ത് തിരിച്ചു പോകുന്ന സ്ത്രീകളൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്, അയ്യോ അങ്ങോട്ട് പോകരുത്, അവിടെ തല്ല് നടക്കണം, ഞാൻ ഭാഗ്യത്തിന് വോട്ട് ചെയ്തു എന്ന് പറയും. അങ്ങനെയൊക്കെ പറയുന്ന പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കള്ള വോട്ട് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം മാറി. ഇപ്പോൾ ഇലക്ട്രോണിക് മെഷീനാണ്, ഐഡൻറ്റി കാർഡ് വേണം, ആധാർ ഏതെങ്കിലും ഇലക്ഷൻ ID യോ ആധാർ ID യോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ വേണം, പേര് ലിസ്റ്റിലുണ്ടായിരിക്കണം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്തായാലും കനത്ത പോളിംഗാണ് നടക്കുന്നത്. PV അൻവർ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജയിക്കുമെന്നും വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും. തിരുവനന്തപുരത്തേക്ക് കാൽനടയായി അദ്ദേഹം വന്ന് അസംബ്ലിയിൽ വന്ന് അദ്ദേഹം പിന്നെ കേരളത്തെ ആകെ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് കാൽനടയായി വന്ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയേണ്ടത് അദ്ദേഹം കാൽനടയായി തിരുവനന്തപുരത്തേക്ക് വരുമോ അതോ കാൽനടയായി നിലമ്പൂർ കാടുകളിലേക്ക് കയറിപ്പോകുമോ. 23-ാം തീയതി, വളരെ കുറഞ്ഞ ദിവസമേ ഉള്ളൂ, ഇന്ന് 19 ആയല്ലോ, 4 ദിവസത്തിനകത്ത് 23-ാം തീയതി 10 മണിക്ക് അറിയാം, ഏകദേശം ഈ സമയത്ത് അറിയാം. അൻവർ പറഞ്ഞത് തിരുവനന്തപുരത്തേക്കുള്ള കാൽനടയാണോ നിലമ്പൂർ കാടുകളിലേക്കുള്ള, അല്ലെങ്കിൽ നിലമ്പൂർ കാടുകളിൽ അദ്ദേഹം ആഫ്രിക്കൻ കാടുകളിൽ പോകുന്ന ആളാണ്, ആഫ്രിക്കൻ കാടുകളിലേക്കുള്ള കാൽനടയായി മാറുമോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ആര്യാടൻ ഷൗക്കത്ത് വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടിരിക്കുന്നത്. VD സതീശൻ്റെ നേതൃത്വത്തിൽ സകല സന്നാഹങ്ങളും അവിടെ ഇറങ്ങിയിട്ടുണ്ട്. VD സതീശൻ്റെ ഒരു രാഷ്ട്രീയ ഭാവി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് സതീശന് നന്നായി അറിയാം. ബാക്കിയുള്ള ആളുകൾ ഒരു അവസരത്തിന് കാത്തിരിക്കുകയാണ്. അവിടെ നിലമ്പൂരിൽ തോറ്റാൽ സതീശൻ മേടിക്കും അവിടെ ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് പറഞ്ഞ് സുധാകരനും സംഘവുമൊക്കെ വലിയ തോതിൽ ഇതൊരു ആയുധമാക്കിയെടുത്ത് സുധാകരനെതിരെ ആയുധം പണിയാനുണ്ട്. അതേസമയമാണ് സ്വരാജിൻ്റെ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ്. നിലമ്പൂർ ഐഷയും നമ്മുടെ KR മീരയും വൈശാഖനുമൊക്കെ പോയി വലിയ രീതിയിൽ, ഇദ്ദേഹം നല്ല വായനക്കാരനാണ്, അദ്ദേഹം എഴുത്തുകാരനാണ്, അദ്ദേഹം വലിയ സംഭവമാണ്. പിന്നെ ഹരീഷ് വാസുദേവനെ പോലുള്ള ആളുകളൊക്കെ പറഞ്ഞു ഇദ്ദേഹം ജയിച്ചില്ലെങ്കിൽ കേരള അസംബ്ലിയിലെ തൂണുകൾ നിന്നാടും, വലിയ പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ അവിടെ ചിലപ്പോൾ അസംബ്ലി നടത്താൻ പറ്റില്ല, അസംബ്ലി ചിലപ്പോൾ പിരിച്ചുവിടേണ്ടി വരും. അത്രയ്ക്ക് മഹാനാണ് ഈ 9-10 മാസത്തേക്ക് ജയിക്കുന്ന, 2-3 പ്രാവശ്യം 1-2 മിനിറ്റ് മാത്രം സംസാരിക്കാൻ കിട്ടിയാൽ അവസരം കിട്ടുന്ന സ്വരാജിന് ഇല്ലെങ്കിൽ കേരള അസംബ്ലി പൊളിഞ്ഞു പോകും. ഇനി അസംബ്ലി എങ്ങനെ നടത്തിക്കൊണ്ട് പോകും പിണറായി വിജയൻ എന്നുള്ള നിലയിൽ തള്ളിമറിച്ചിട്ടുണ്ട്. ഈ തള്ളിമറിച്ചതിനൊക്കെ ഒരു ഗുണമുണ്ടാകുമോ? സ്വരാജ് തിരുവനന്തപുരത്തേക്ക് ട്രെയിൻ കയറി വരുമോ, അതോ ഫ്ലൈറ്റിൽ കയറി വരുമോ, അതോ കാറിൽ വരുമോ? നമ്മുടെ ആര്യാടൻ ഷൗക്കത്ത് കലാസാഹിതിയുടെ കലാജാഥയുമായിട്ട് തിരുവനന്തപുരത്ത് വരുമോ, അതോ BJPയുടെ നേതാവ് നമ്മുടെ RC ചന്ദ്രശേഖർ വഴി, നമ്മുടെ ചന്ദ്രശേഖർ വഴി തിരുവനന്തപുരത്തേക്ക് വരുമോ? ആരാണ് വരാനിരിക്കുന്നത് നമുക്കറിയില്ല. അത് കാൽനടയായി കഴിഞ്ഞു, ട്രെയിനായി കഴിഞ്ഞു, ഫ്ലൈറ്റ് ആയി കഴിഞ്ഞു. ഇനി ആരാണ് ഇവിടെ എത്തുക എന്ന് നമുക്കറിയില്ല. എന്തായാലും വലിയ പോളിംഗാണ് അവിടെ നടക്കുന്നത്, കനത്ത പോളിംഗാണ് നടക്കുന്നത്. മാക്സിമം ആളുകൾ പോൾ ചെയ്യട്ടെ. എന്തായാലും 70-75% താഴെ നിൽക്കുന്ന ഒരു പോളിംഗ് ആയിരിക്കും. എത്ര കനത്തതെന്ന് പറഞ്ഞാലും ഒരു 75%-നകത്ത് നിൽക്കുന്ന പോളിംഗ് ആയിരിക്കും നടക്കാൻ സാധ്യതയുള്ളത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മഴ കുറയട്ടെ, സംഘർഷമൊന്നുമില്ലാതിരിക്കട്ടെ, കാര്യമായ പോളിംഗ് അവിടെ നടക്കട്ടെ.